ഹലോ, വെൽക്കം ടു പാറൂസ് പാൻട്രി. ഇന്നും ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ. ഇന്നത്തെ ബിസ്ക്കറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് അത് കുട്ടികളേക്കാൾ, ബിസ്ക്കറ്റൊക്കെ കുട്ടികൾക്കല്ലേ കൂടുതൽ ഇഷ്ടം, കുട്ടികളേക്കാൾ മുതിർന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നൊരു ബിസ്ക്കറ്റാണ് ഇന്നത്തേത്. അതായത് മധുരത്തേക്കാൾ ഒരു പിടി എരിവായിരിക്കും മുന്നിൽ. എരിവും മസാലയും ഒക്കെ ടേസ്റ്റായിട്ടുള്ളൊരു മസാല ബിസ്ക്കറ്റാണ് ഇന്ന് ചെയ്യാൻ പോണത്. ഞാനിവിടെ മസ്കറ്റിലാണ്. അപ്പോൾ ഇവിടെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് മസാല ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കൊന്നും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റേ അല്ല. ഇവിടുത്തെ മസാല ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ നാട്ടിലെ മസാല ബിസ്ക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. നമുക്ക് അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. പൊടികളിൽ നിന്ന് തുടങ്ങാം. 2 കപ്പ് ആട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ 2 കപ്പ് ആട്ടയുടെ കൂടെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് എടുത്തിട്ടുണ്ട്. കോൺഫ്ലോർ ആയാലും കുഴപ്പമില്ല. കൂടെ ഒരു 1/4 ടീസ്പൂൺ വാനില പൗഡറാണ്. വാനില പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എഗ്ഗ് യൂസ് ചെയ്യുന്നുണ്ട്. എഗ്ഗ് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് വാനില എസൻസ് ഒഴിച്ചാലും മതി. കൂടെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണം. ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി ഇതിനകത്ത് ചേർക്കേണ്ടത് എന്താ വെച്ചാൽ ഞാനൊരു 1 ടീസ്പൂൺ കറുത്ത എള്ളും അതേപോലെ തന്നെ 1 ടീസ്പൂൺ വെളുത്ത എള്ളും എടുക്കുന്നുണ്ട്. ഇത് രണ്ടും നല്ലതാണ്. നല്ലൊരു ടെക്സ്ചർ കിട്ടും, നല്ലൊരു ടേസ്റ്റ് കിട്ടും ബൈറ്റ് ചെയ്യുമ്പോൾ. ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പൊടികളിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മസാലയ്ക്കുള്ളതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരച്ചെടുക്കണം. അപ്പം അതങ്ങനെ വലിയ ഒരുപാട് അരച്ചെടുക്കേണ്ട. ചെറുതായിട്ട് മിക്സിയിലിട്ടൊന്ന് 2-3 ഒന്ന് കറക്കി എടുത്താൽ മതി. ഇനിയിപ്പോൾ വേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. 1 ടീസ്പൂൺ പെരുംജീരകം വേണം, ഒരു 2-3 ഏലക്ക, 2-3 ഗ്രാമ്പൂ, പിന്നെ ഇതുപോലൊരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ 2-3 വെളുത്തുള്ളി, പിന്നെ കുറച്ച് നമ്മുടെ ചെറിയ ഉള്ളി ഭയങ്കര വിലയാണെന്ന് എനിക്കറിയാം. അതില്ലെങ്കിൽ സവാള ആയാലും മതി. ഒരു ചെറിയൊരു പീസ് സവാള എടുത്താലും മതി. പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ടാണ്. ഇത് ഫ്രഷ് കോക്കനട്ടാണ്. നിങ്ങളുടെ കയ്യിൽ മറ്റേ ഡെസിക്കേറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഞാനിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ആവശ്യമുള്ളത് ഞാനിപ്പോൾ ഒരു 3-4 നമ്മുടെ ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഞാൻ എടുക്കുന്ന ഒരു പട്ട, ഇത് പട്ടപ്പൊടിയാണ് കൂടെ ഇരിക്കുന്നത്. നിങ്ങളുടെ പട്ടയുടെ സ്റ്റിക്ക്, സിന്നമൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതെടുക്കാം. കൂടെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തോളൂ. ഞാൻ ചേർത്തിട്ടില്ല, എരിവായതുകൊണ്ട്. നിങ്ങൾക്കത് ചേർക്കാം, നല്ല ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. ആദ്യം ഞാൻ ചതച്ചെടുക്കാൻ പോണത് ഈ പെരിഞ്ജീരകവും ഉണക്കമുളകും കൂടെയാണ്. കാരണം എന്താ വെച്ചാൽ ഈ പെരിഞ്ജീരകവും ഉണക്കമുളകിൻ്റെ അരിയൊന്നും നമ്മളിങ്ങനെ ചതയ്ക്കുമ്പോൾ അത് അരയത്തില്ല. അപ്പോൾ അത് ബിസ്ക്കറ്റിൽ ഇങ്ങനെ കടിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ പെരിഞ്ജീരകവും ഉണക്കമുളകും കൂടെ ആദ്യം ഒന്ന് പൊടിച്ചെടുത്തു. അതിനകത്തോട്ട് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ചേർക്കുകയാണ്. തേങ്ങ ചേർത്തു, പിന്നെ ഉള്ളി ചേർത്തത്, ഇഞ്ചി ഒന്ന് അരിഞ്ഞിട്ടു, വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞിട്ടു, പിന്നെ ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞിട്ടിട്ട് ബാക്കി പട്ടയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒരുപാട് ഒത്തിരി അങ്ങ് അരയണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചതച്ചെടുക്കണം. ഇതുപോലെയാണ് ഞാൻ ചതച്ചെടുത്തിരിക്കുന്നത്. ഇത്രയും അരഞ്ഞാൽ മതി. ഓക്കെ, ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബാക്കി ചെയ്യാം. ഇനി ഇത്തിരി കാര്യം കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിനകത്തുനിന്ന് ഒരു കുറച്ച് പോർഷൻ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. കാരണം നമ്മുടെ ബിസ്ക്കറ്റ് നമ്മളിങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അതിൻ്റെ ടോപ്പിൽ ഒരു ചെറിയ കോട്ടിങ് കൊടുക്കാനാണേ. അപ്പം വേറൊരു മുട്ട എടുക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് ബാക്കി ആ ബൗളിലിട്ടു. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ ചേർക്കുന്നത്. ഇപ്പോൾ ചെറിയ മുട്ടയായതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തത്. ഇല്ലെങ്കിൽ വലിയ മുട്ടയാണെങ്കിൽ നിങ്ങൾക്ക് 1 എണ്ണം ആയാലും മതി. എന്നിട്ട് ഇതിൻ്റെ കൂടെ 80 ഗ്രാം ബട്ടറും 1/2 കപ്പ് ഐസിങ് ഷുഗറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഐസിങ് ഷുഗർ ഇല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര എടുത്താലും മതി. പക്ഷേ അതിന് ഇച്ചിരി മധുരം കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരളവിൽ ഇത്തിരി കുറച്ച് വേണം എടുക്കാൻ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഇതിന് നിങ്ങൾക്ക് ബീറ്റർ യൂസ് ചെയ്യണമെന്നില്ല. ഞാനിപ്പോൾ അങ്ങ് ബീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് സ്പാച്ചിലയോ വിസ്കോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പം ഇതൊന്ന് മിക്സാക്കി. ഈ മിക്സാക്കിയതിനകത്തോട്ടാണ് നമ്മൾ മുമ്പ് എടുത്ത് വെച്ചിരിക്കുന്ന മസാല. നമ്മൾ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ മസാല നമ്മൾ ഇതിനകത്തോട്ടിട്ടിട്ട് ഇതും ഈ മിക്സിനകത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം അതും മിക്സ് ചെയ്തു. ഇനി ഈ മിക്സ് ചെയ്ത
എല്ലാം ഇപ്പോൾ മിക്സ് ആയല്ലോ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരുന്ന പൊടിയില്ലേ, ആ പൊടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. കുറേശ്ശെയായിട്ട് ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോഴേ നമ്മളുടെ ചപ്പാത്തിയുടെ മാവ് കുറച്ചുകൂടെ ഒന്ന് ലൂസായാലിരുന്നാൽ എങ്ങനെ ആ ഒരു ടെക്സ്ചർ ആയിരിക്കും, കുറച്ച് സോഫ്റ്റായിട്ട് വരും, അത്രയും ഹാർഡാവില്ല. പിന്നെ ഇനിയും നിങ്ങളുടെ എടുക്കുന്ന മുട്ടയുടെ ബട്ടറിൻ്റെ ഒക്കെ അനുസരിച്ച് ഇത് ലൂസായാൽ കുറച്ചുകൂടെ പൊടി ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനി ഇത് നമുക്ക് സാവധാനം ഒന്ന് കുഴച്ച് ചപ്പാത്തിയുടെ ബാറ്റർ പോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇതാണ് പരുവം. ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കണം. നമ്മളെ ചപ്പാത്തിക്ക് പരത്തുന്നതിനെക്കാട്ട് കുറച്ചുകൂടെ ലൂസ് ഇപ്പം ഈ ഒരു പരുവത്തിന് കിട്ടണം. ഇനി നമുക്ക് ഇപ്പം നമ്മുടെ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് ഷീറ്റ് ഒന്ന് ശരിയാക്കിയെടുക്കാം. ഇതാണ് ബേക്കിംഗ് ട്രേ എന്ന് പറയുന്നത്. ഇത് എല്ലാ OTG ഓവനിലും സാധാരണ ഓവനിലൊക്കെ ഉണ്ടാവും. ഇതിൽ ഞാൻ ബേക്കിംഗ് ഷീറ്റ് ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡൗ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിസ്ക്കറ്റ് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ നമ്മുടെ മാവ് ഈ ഒരു കൗണ്ടർ ടോപ്പിലോട്ട് ഇട്ടേക്കാണ്. നിങ്ങൾ ഏതെങ്കിലും സർഫസ് ഇട്ടാൽ മതി നിങ്ങളിലുള്ളത്. എന്നിട്ട് ഞാനിവിടെ ഒരു ബ്ലൂ കളറിലുള്ളൊരു സിലിക്കോൺ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഒന്ന് സ്റ്റിക്ക് ആവാതിരിക്കാൻ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പറാണ് വെക്കുന്നത്. ഇത് എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇത് വെച്ച് ഒരു പരത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ചപ്പാത്തിയുടെ കമ്പ് വെച്ചിട്ട് പരത്തുകയാണ് ചപ്പാത്തിക്ക് പരത്തുന്നത്. അപ്പോൾ ഇത് വെച്ച് ഇങ്ങനെ പരത്തുമ്പോൾ സർഫസ് ഒരു സ്മൂത്ത് ആയിരിക്കത്തില്ല നമ്മൾ ഡയറക്റ്റ് പരത്തുമ്പോൾ. അപ്പോൾ സർഫസ് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബട്ടർ പേപ്പർ വെച്ചിട്ട് പരത്തുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ സർഫസ് നല്ല സ്മൂത്തായിരിക്കും, നല്ല കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക്. എന്നിട്ട് ഞാൻ കുക്കി കട്ടേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഉള്ള ഷേപ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ 2-3 മൗൾഡ് എൻ്റെ കയ്യിലുണ്ട്, കുക്കീസ് മൗൾഡ് ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഷേപ്പ് ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പ്രശ്നമുള്ള കാര്യമല്ല, ഏത് ഷേപ്പായാലും കുഴപ്പമില്ല നമുക്ക്. ഇപ്പം നമുക്ക് സർക്കിൾ എടുക്കാനാണെങ്കിൽ നമ്മുടെ കയ്യിൽ ചെറിയ ഗ്ലാസ് ഉണ്ടെങ്കിൽ, കുഞ്ഞു ഗ്ലാസ്സില്ലേ കുഞ്ഞുമക്കൊക്കെ കൊടുക്കുന്നത്, അതിൻ്റെ മൗത്ത് വെച്ചിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഏതെങ്കിലും ബോട്ടിലിൻ്റെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട്. അപ്പം ഇങ്ങനെ 2-3 ഷേപ്പ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഷേപ്പാക്കിയാണ് നമ്മുടെ ബേക്കിംഗ് ഷീറ്റിലോട്ട് ഇട്ട് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇതൊന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചെറുങ്ങനെ ഉരുട്ടി കയ്യിൽ വെച്ചിട്ട് ഒന്ന് വട്ടത്തിലാക്കിയാലും മതി. ഞാനൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ ചെറിയതായിട്ടൊരു ബോളാക്കിയിട്ട് അത് ഉള്ളം കയ്യിൽ വെച്ച് ഉരുട്ടി കൈവെള്ളയിൽ വെച്ചൊന്ന് പരത്തി ഇതുപോലൊരു ചെറിയ സർക്കിൾ ഷേപ്പ് ആക്കി കുറച്ചൊരു കനത്തിൽ ആക്കി എടുത്താൽ മതി. നമുക്കൊരു കട്ടറിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ നമുക്ക് എല്ലാ കുക്കീസും കുക്ക് ചെയ്തെടുക്കാൻ പറ്റും, നോ പ്രോബ്ലം. ഞാൻ ഷേപ്പ് ചെയ്ത കുക്കീസെല്ലാം നമ്മുടെ പേപ്പറിലോട്ട് ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ബാക്കിയെല്ലാം പല ഷേപ്പിൽ കട്ട് ചെയ്ത് ആ ബേക്കിംഗ് ട്രേയിലാക്കിയിട്ടുണ്ട്. ഈ ലാസ്റ്റ് 2 ഞാൻ കയ്യിലാക്കിയതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ആദ്യം കുറച്ച് മുട്ട മാറ്റി വെച്ചിട്ടില്ലായിരുന്നു കുറച്ചൊരു ചെറിയ പാത്രത്തിൽ. ഇത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കും. എന്തിനാണെന്ന് വെച്ചാൽ ഇതിന് നല്ലൊരു ഫിനിഷിങ് കിട്ടാനാണ്. ഇല്ലെങ്കിൽ ഇതിനൊരു റഫ് സർഫസ് ആയിരിക്കും കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക്. ഈ മുട്ട തേച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത് നല്ലൊരു ഗ്ലേസി ഫിനിഷിംഗ് ആയിരിക്കും. അപ്പം ഇത്രയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബേക്കിങ്ങിന് മുമ്പുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ഡയറക്റ്റ് ഓവനിലോട്ട് വെക്കാൻ പോവാണ്. അപ്പം ഓവൻ 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് നമ്മൾ ഇത് അധികം വലിയ ടെമ്പറേച്ചറിൽ ഇത് ബേക്ക് ചെയ്യത്തില്ല. ഇത് 150 ഡിഗ്രിയിൽ 40 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബിസ്ക്കറ്റ് ഓവനിലോട്ട് മാറ്റാം ബേക്ക് ചെയ്യാൻ. ഓക്കെ, ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തണുത്തത് നമ്മൾ ഓവനിൽ നിന്ന് എടുക്കുന്ന സെയിം ടൈമിൽ ഒന്ന് പൊട്ടിച്ച് നോക്കാൻ നിൽക്കേണ്ട. കാരണം ഓവനിൽ നിന്ന് എടുക്കുന്ന ഒരു സമയത്ത് 40 മിനിറ്റ്സ് ആണെങ്കിലും അത് നല്ല ഒരു സോഫ്റ്റ്നെസ് ഉണ്ടായിരിക്കും. നമ്മളിങ്ങനെ സെൻറ്ററിൽ പ്രസ് ചെയ്യുമ്പോൾ അതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ഹാർഡാകും. കുറച്ച് നേരം വയറാക്കിലോ ഒന്ന് പുറത്ത് വെച്ചിരുന്നാൽ മതി. പിന്നെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ കണ്ടോ, നമ്മൾ എഗ്ഗ് ടോപ്പിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, നല്ലൊരു ഗ്ലേസിങ് ഉണ്ട്. പിന്നെ എല്ലാ ഷേപ്പും നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാൻ കണ്ടത് ഭയങ്കര സോഫ്റ്റാണ്. അധികം നമ്മൾ ഒട്ടും സ്ട്രെയിൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ബിസ്ക്കറ്റ് പൊട്ടിക്കാൻ. അതിങ്ങനെ സോഫ്റ്റായിട്ട് പൊട്ടി വരുന്നുണ്ട്. നല്ല രുചിയുള്ളൊരു ബിസ്ക്കറ്റാണ്. മസാലയുടെയും ചെറിയൊരു എരിയും അതിൻ്റെ ചെറിയൊരു മധുരവും എല്ലാമായിട്ടൊരു കമ്പൈൻഡ് ഫ്ലേവറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. പിന്നെ ഞാനിവിടെ കുറച്ച് ബിസ്ക്കറ്റ് ഒന്ന് എടുത്തിട്ടൊന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്ന കാരണം നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. കാരണം
നമുക്ക് ബർത്ത്ഡേ ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്താൽ നമ്മളുടെ കേക്കിൻ്റെ തീമിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ കൂടെ ഇത് വെക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഫൊണ്ടൻ്റ് ഉള്ളത് കൊണ്ട് ആ ഫൊണ്ടൻ്റ് വെച്ചിട്ട് ഒരു ഡിസൈൻ അതേ മോൾഡ് വെച്ചിട്ടൊന്നൊരു കട്ട് ചെയ്തിട്ട് അതിൽ ചെറിയ ഡിസൈൻ കൊടുത്തതാണ്. ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫൊണ്ടൻ്റ് ഇല്ലെങ്കിൽ തന്നെ ഐസിങ് ഉണ്ടാക്കി നമുക്ക് ഇതിൻ്റെ മേളിൽ ബിസ്ക്കറ്റിൻ്റെ മേളിൽ ഇങ്ങനെ വരച്ച് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ കൊടുക്കാൻ പറ്റുന്നൊരു ഓപ്ഷനുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. അപ്പം ഇങ്ങനെ നമുക്ക് ഈ ബിസ്ക്കറ്റ് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. കാരണം നമുക്ക് ഗസ്റ്റിൻ്റെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് നല്ല ബോക്സിലാക്കിയിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോയാൽ നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട കാര്യമില്ല. ഇത് 2 ദിവസം കഴിയുമ്പം കുറച്ചൊരു ടേസ്റ്റ് വന്ന പോലെ തോന്നും കേട്ടോ. ഇത് കഴിക്കാനാണെങ്കിലും ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിലും ഒക്കെ നല്ലൊരു ഡിഷാണ്. ബേക്കറിയിൽ വാങ്ങുന്ന പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പം പറ്റാവുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം പാറൂസ് പാൻട്രിയിലൂടെ മറ്റൊരു വീഡിയോയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.